സോ ഞങ്ങള് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ എല്ലാ തവണയും ഞങ്ങൾ ഒരുമിച്ച് ആണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ കസിൻസും ഒരുമിച്ച് വരും. ബട്ട് ഇത്തവണ മാത്രം പോയപ്പോ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ കസിൻ ചേട്ടന് കൊറോണ ആണെന്ന് വിളിച്ച് പറയുന്നുണ്ടായി. ശബ്ദമില്ല ഉറക്കെ. അപ്പോ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്കിൾ വിളിച്ചു പറഞ്ഞു എന്റെ കസിൻ ചേട്ടന് ഇങ്ങനെ അസുഖം, ചെറിയൊരു അസ്വസ്ഥതയായിട്ട് ടെസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് പോസിറ്റീവ് ആയിന്ന് പറഞ്ഞു. അപ്പോ പോയി ടെസ്റ്റ് ചെയ്തപ്പോ കോവിഡ് ആണ് എന്ന് റിസൾട്ട് വന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ പപ്പയ്ക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്. മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പോ ഞങ്ങൾ നല്ല പേടിച്ചു. ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ ആദ്യം പപ്പയ്ക്ക് കിട്ടും, ഉറപ്പാണ്. അതായിരുന്നു പേടി. ഞങ്ങൾക്ക് വന്നാൽ പിന്നെ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് പോകും, വലിയ പ്രോബ്ലം ഇല്ല. അപ്പൊ ഞങ്ങള് അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞതുപോലെ എടുത്തു. നല്ല ഇങ്ങനെ മെഡിസിൻ എന്ന് പറയുന്നത് ജിഞ്ചർ ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു. നല്ല പ്രേയും ചെയ്തു. കാരണം നല്ല പേടി ഉണ്ടായിരുന്നു, വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ തളർന്നു പോകും. ബട്ട് ഗ്രേസ് ഓഫ് ഗോഡ് കാരണം ഒന്നും വന്നില്ല. അതിന് 7 days കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് നെഗറ്റീവ് ആയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് കിടക്കുകയും ചെയ്തു. അപ്പോൾ വരാനുള്ള സാധ്യത, പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. എന്നാലും എന്തോ ദൈവകൃപ കൊണ്ട് ഞങ്ങൾക്കൊന്നും വന്നില്ല. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനെ കർത്താവും ദൈവവുമായുള്ളവേ, ലോർഡ് വി താങ്ക് യു ഫോർ ദിസ് ടൈം. Lord, we pray that Kartave, you will have mercy on us, Kartave, and will speak to our hearts, Kartave. Lord, we commit each and every person, Kartave, including me, Kartave, who's hearing your word of God, Kartave. Lord, your word, Kartave, your word is our life, Kartave. Lord, നിന്റെ ചിന്തകളാണ് കർത്താവെ ഞങ്ങളെ ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നത്. കർത്താവെ, സകലവും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി വച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സോ നമ്മൾ ഇന്ന് കുറച്ച് സമയം, അല്പസമയം മാത്രം നമ്മൾ നോക്കാന്ന് വിചാരിച്ചത്, എന്തിനാണ് ദൈവം നമ്മളെ, എന്തിനാണ് പ്രോബ്ലം ഞാൻ വിചാരിക്കുകയാണ്, ആദാമിനെ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പം ആദാം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് മീ, ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചതെന്നുള്ളൊരു ചോദ്യം ആദമിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. പ്രോബ്ലി നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രോബബ്ലി നമ്മളൊരു 17 years 18 years ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തിനാണ് ഞാൻ ഇവിടെ ഉള്ളത്, വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് മീ, what am I supposed to do in this society, what am I supposed to do in this group of people among whom God has placed me. Probably നമ്മൾ പലരും ഈ സ്ട്രഗിൾ വിത്ത് ഇറ്റ് ഓൾ ആർ ലൈഫ്സ് അല്ലെ. നമ്മുടെ ലൈഫിൽ മുഴുവൻ നമ്മളത് സ്ട്രഗിൾ ചെയ്യും അല്ലെ. എന്തിനാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ച് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, ഞാൻ എന്റെ ജീവിതം വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ. പ്രോബ്ലി നമ്മൾ ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന് 4 ഉത്തരങ്ങൾ നമ്മൾ നോക്കാൻ ശ്രമിക്കാം. എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് എന്നതിന്റെ 4 ഉത്തരങ്ങൾ മാത്രം നമ്മൾ നോക്കിയിട്ട് വിൽ ട്രൈ ടു ക്ലോസ് ടുഡേ. ഒരു വാക്യം വായിക്കാവോ? സങ്കീർത്തനങ്ങൾ 19:1 വാക്യം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഓക്കെ, ഇവിടെ ദൈവം പറയുന്നത് the heavens declare the glory of God എന്നാ പറയുന്നത് അല്ലേ. the heavens declare the glory of God. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. or in other words, നമുക്ക് ചുറ്റും കാണുന്ന ഈ സർവ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ദൈവത്തിന്റെ ഗ്ലോറിയെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ യൂണിവേഴ്സ് മുഴുവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലോകം ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ള ലോകം അല്ലേ. നമ്മൾ ഒരേപോലെയുള്ള ഒരു സ്ഥലം നമുക്ക് വേറൊരു സ്ഥലത്ത് കാണാനേ പറ്റത്തില്ല. കോഴിക്കോടുള്ളത് പോലത്തെ ഒരു സീനറി നിങ്ങൾക്ക് ഒരിക്കലും മുംബൈയിലോ ബാംഗ്ലൂരിലോ കാണാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അത്രയും ഡിഫറെന്റ് ആയിട്ടും അത്രയും ബ്യൂട്ടിഫുൾ
ബ്യൂട്ടിഫുൾ ആയിട്ടും അത്രയും ഡൈവേഴ്സ് ആയിട്ടും ആണ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അഥവാ നമ്മൾ ഒരു 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 ഫാക്ടറിയിൽ മാരുതി കാർ ക്രിയേറ്റ് ചെയ്യുമ്പം 1000 മാരുതി കാർ ഉണ്ടാക്കിയാലും ഒരേപോലെയാണ് ഉണ്ടാക്കുക. പക്ഷെ ദൈവം അങ്ങനെയല്ല ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ ഗ്ലോറിനെ ദൈവം ഡെപ്പിക്ട് ചെയ്തുകൊണ്ടാണ് ദൈവം ലോകത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അഥവാ എന്നോട് ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ ഇൻഫിനിറ്റി കൊണ്ടും മൗണ്ടൻസിന്റെ ഗ്രാൻഡിയർ കൊണ്ടും റിവേഴ്സിന്റെ ഫ്ലോ കൊണ്ടും ബേർഡ്സിന്റെ പാട്ട് കൊണ്ടും അതിന്റെ ഭംഗി കൊണ്ടും ഈ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാവോ? ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലായ്പ്പോഴും ദൈവത്തിന് അടുത്ത് നിൽക്കുകയും ദൈവത്തിന്റെ മുഖം കാണുകയും ചെയ്യുന്ന സാറാഫുകൾ എന്താണ് എപ്പോഴും ക്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വാക്യം വായിക്കാം നമുക്ക്. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർക്ക് പറഞ്ഞു? അഥവാ സാറാഫുകള് 24 hours ക്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹോളി 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 ഇസ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, ദ ഹോൾ എർത്ത് ഇസ് ഫിൽഡ് വിത്ത് ഹിസ് ഗ്ലോറി. സകല ഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അഥവാ നമ്മൾ കോഴിക്കോടും ബോംബെയും ബാംഗ്ലൂരും ട്രിവാൻഡ്രവും നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ എല്ലാം ദ ഹോൾ എർത്ത് എന്നാ പറയുന്നത് അല്ലേ? ദ ഹോൾ എർത്ത് ഇസ് ഫിൽഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദ ഹോൾ എർത്ത് ഇസ് ഫിൽഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇങ്ങനെ ഒരു പോയം ഉണ്ട്. എർത്ത് ഇസ് ക്രാംഡ് വിത്ത് ഹെവൻ. ഭൂമി സ്വർഗം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എല്ലാ മുൾപടർപ്പും ദൈവത്തിന്റെ അഗ്നിയാൽ കത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ കണ്ണുള്ളവൻ മാത്രമേ അത് കാണുന്നുള്ളൂ. ദ അതേഴ്സ് ജസ്റ്റ് സിറ്റ് അറൗണ്ട് ആൻഡ് പിക്ക് ബ്ലാക്ക്ബെറീസ് ഒരു പോയം ഉണ്ട്. എർത്ത് ഇസ് ക്രാംഡ് വിത്ത് ഹെവൻ and every bush alight with the glory of God. Only those who have eyes see, the others just sit and pick the blackberries. അഥവാ whole earth probably ഒരു പൂ അവിടെ വിരിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം അത് നമ്മൾക്കും സന്തോഷം തരും. It is a way of seeing the beauty of God. It is a different way of looking at God. Every sunrise is declaring the glory of God. Every sunset is declaring the glory of God. The infinity of the oceans is declaring the glory of God. അപ്പൊ ആ ഒരു സാറാഫുകൾക്ക് അറിയുന്ന ഒരു മിസ്റ്ററി ഓഫ് ഗോഡ് അത് നമ്മൾക്കും അറിയുമെങ്കിൽ that will give us enormous joy in our hearts. ഇത് മാത്രമാണോ? സകല ഭൂമിയും മാത്രമാണോ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാവോ? യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 7-ാം വാക്യം. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. അപ്പൊ ഇവിടെ ദൈവം പറയുന്നത് എന്റെ നാമത്തിൽ വിളിച്ചും ഞാൻ എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ദൈവം കൽപ്പിക്കുന്നു. ഞാൻ ആ മലയാളത്തിൽ അത് വളരെ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അത് എങ്ങനെയാ വരുന്നത് വെച്ചാൽ അത് പറയുന്നത് I am created for the glory of God. അതല്ല ആ വാക്ക് പറയുന്നത്. ആ വാക്ക് പറയുന്നത് എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക. എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക. അഥവാ why am I created? Why am I formed? Why am I ഞാൻ ഫോം ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തരെയും ഫോർ മൈ ഗ്ലോറി. നമുക്കറിയാലോ, നമ്മൾ ഓരോ ലോകത്തുള്ള ഓരോ വസ്തുവിന്റെയും വില നമ്മൾ കാണുന്നത് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ഫോർ. ഒരു റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു ഡസ്റ്റ്ബിന് നമ്മൾ വലിയ വില കാണത്തില്ല, അല്ലെ അഴുക്കിടുന്ന ഒരു ബിന്നിന് നമ്മൾ ആരും വലിയ വില കൽപ്പിക്കത്തില്ല. ബിക്കോസ് ആ അഴുക്ക് ബിന്ന് ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് അഴുക്ക് ബിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ പ്രൈം മിനിസ്റ്റർ റൈഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു കാറ് അല്ലെങ്കിൽ ഒരു എയറോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പ്രഷ്യസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത്രയും വാല്യുബിൾ ആയിട്ട് അത്രയും വേർത്തി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുക? സോ ഹൗ ഷുഡ് ഐ ലുക്ക് അറ്റ് മൈസെൽഫ്? ഐ ആം നോട്ട് എ ബിഗ് പേഴ്സൺ. ഞാനൊരു വലിയ ആളല്ല.
വേറെ ആരെക്കാളും ഞാൻ വലിയ ആളല്ല, വേറെ ആരെക്കാളും ഞാൻ താഴ്ന്ന ആളുമല്ല. പക്ഷെ ഐ ആം ക്രിയേറ്റഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ദൈവത്തിന്റെ മഹത്വത്തെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്യാന്ന് അറിയുന്നത്. ഇറ്റ് ഗിവ്സ് us അതാണ് എന്റെ വാല്യൂ. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നത് എന്റെ വാല്യൂ ആണ്, അതെന്റെ വെർത്തിനെസ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ ആം ക്രിയേറ്റഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എഫേസ്യർ 1:12 കൂടെ ഒന്ന് വായിക്കാമോ നമുക്ക്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-12 ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ച പുകഴ്ചയാകേണ്ടതിന് തന്നെ. അപ്പൊ ക്രിസ്തുവിൽ ആശ വെച്ച്, ക്രിസ്തുവിൽ ഹോപ്പ് ചെയ്യുന്ന നമ്മള് അവന്റെ ഗ്ലോറിയുടെ പ്രൈസിനാകാൻ വേണ്ടി, ഫോർ ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി. സോ വി ആർ ക്രിയേറ്റഡ് ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദിസ് ഗോഡ്. നമ്മൾ ക്രിയേറ്റഡ് മാത്രമാണോ? അല്ല. നമ്മൾ ആ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത്, നമ്മളെ ദത്തെടുത്ത്, നമ്മൾ അവന്റെ മക്കളാക്കി മാറ്റി, നമ്മളെ വീണ്ടെടുത്ത്, നമ്മളുടെ പാപം ക്ഷമിച്ച്, അവന്റെ ഹൃദയത്തിലെ മിസ്റ്ററീസും അവന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളും നമ്മളോട് പങ്കുവെച്ച്, ഇനിയുള്ള വരുന്ന കാലത്തില് ദൈവത്തിന്റെ സൃഷ്ടിക്കും ദൈവത്തിന്റെയും അവകാശികളാക്കി നമ്മളെ മാറ്റി. ഇത്രയും കാര്യങ്ങളെല്ലാം ദൈവം എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി ചെയ്തത്? സോ ദാറ്റ് വി വിൽ ബി ഫോർ അവന്റെ, സോ ദാറ്റ് he has in a sense we can say that he has given an amount of his glory to us. So in a sense he has adopted us, he has given us the name of his sonhood, so that we will declare the glory of God. അപ്പൊ ഇതിൽ നിന്ന് നമ്മളുടെ ഒരു നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തായിരിക്കണം? നമ്മളുടെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്തായിരിക്കണം? ഓ, ഐ ആം ക്രിയേറ്റഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. മൈ ഹോൾ ലൈഫ്, എൻ്റെ എല്ലാ ദിവസവും, എൻ്റെ ജോലിയും എൻ്റെ റിലേഷൻഷിപ്സും എൻ്റെ രാവിലെയും പകലും ഉറക്കവും എല്ലാം ഈ ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു വാക്യം കൂടെ വായിക്കാവോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:17. And whoever whatsoever ye do in word or deed, do all in the name of the Lord Jesus, giving thanks to God and the Father by him. വാക്കിനാലോ ക്രിയയാലോ 3:17 അല്ലേ? അതെ, വാക്കിനാലോ. വായിച്ചേക്കാവോ? ഏതാ? 3:23 കൂടെ വായിച്ചേക്കാവോ? വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. 23 നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അപ്പൊ അൾട്ടിമേറ്റ്ലി എങ്ങനെ, ഹൗ ഡസ് ഇറ്റ് കം? നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തത് ദൈവത്തിന്റെ ഗ്ലോറിയുടെ പ്രൈസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ലിവ് ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ടത്? എൻ്റെ ഓരോ തോട്ട്സും എൻ്റെ വേർഡ്സും എൻ്റെ ഡീഡ്സും എൻ്റെ ഓരോ ദിവസവും ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണോ? ഓർ ഞാൻ ഈ ചെയ്യുന്ന കാര്യം ദൈവത്തിന് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ പ്രോബബ്ലി അത് ചെയ്യേണ്ട കാര്യമില്ല. സോ അതാണ് പ്രോബ്ലി one answer to this question. Why did God create us? ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചു? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ദൈവത്തിന്റെ ഗ്ലോറിയുടെ ഒരു തുള്ളിയാണ് നമ്മുടെ സൂര്യൻ, അല്ലെ? നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും എനർജിയോടുകൂടെ ഇത്രയും പവർഫുൾ ആയിട്ട് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്ന നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് എ ടൈനി ഡ്രോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദിസ് ഇൻഫിനിറ്റ് ഗോഡ് ഓഫ് us. അപ്പൊ ഇത്രയും ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് എക്സൈറ്റ്മെന്റ് ഓഫ് മൈ ലൈഫ്.
അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതാണ് എന്നെ പഠിക്കാൻ സഹായിക്കുന്നത്, അതാണ് എന്നെ നന്നായി ജീവിക്കാൻ സഹായിക്കുന്നത്, അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓരോ ദിവസത്തിനും വേണ്ടിയിട്ടും. സോ പ്രോബ്ലി ദാറ്റ് ഇസ് വൺ ആൻസർ ദാറ്റ് വി ഹാവ്. രണ്ടാമത്തെ ഒരു ഉത്തരം കൂടെ നമുക്ക് നോക്കാവോ? ദൈവം എന്നെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്നോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവം എന്നെ സൃഷ്ടിച്ച്, ദൈവം വചനത്തിലൂടെ എത്രയോ പുസ്തകങ്ങളുണ്ട്, പക്ഷെ ആ പുസ്തകങ്ങളിലൂടെ എല്ലാം നമ്മൾ എടുക്കുമ്പം ദൈവം എന്നോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ് ദൈവത്തിന് നമ്മളോടുള്ള? അഥവാ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു വാക്യം വായിക്കാമോ നമുക്ക്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36-37 വാക്യങ്ങൾ. 22. പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് 36-37. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു. യേശു അവനോട് ഒരു സെക്കൻഡ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന ഏറ്റവും വലിയത്? ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സ്ക്രിപ്ചറും, ഇതുവരെയുള്ള ദൈവത്തിന്റെ സകല വെളിപാടിലും ഏറ്റവും വലിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കൽപ്പന ഏതാണെന്നാണ് ഇവിടെ പുരുഷാരം യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ 10 കൽപ്പനകളാണോ യേശു പറയുന്നത്? 10 കൽപ്പനകളല്ല യേശു പറയുന്നത്. യേശു എന്താണ് പറയുന്നത്? വായിക്കാവോ നമുക്ക്? യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. മതി. അഥവാ ദൈവം നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കൽപ്പന എന്താണ്? അഥവാ നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ്സിൽ നിന്ന്, നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാണ്. ഓർ ഇൻ അതർ വേർഡ്സ്, ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാനും വേണ്ടിയിട്ടുമാണ് ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഓരോരുത്തരുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. നമ്മളെ ഓരോരുത്തരെയും ആഴമായി സ്നേഹിക്കുവാനും നമ്മൾ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തെന്നാണ് നമുക്കിതിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഒരു വാക്യം കൂടി വായിക്കാമോ നമുക്ക്? യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ വിറ്റ്നസസ് ആകാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിന്റെ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? 3 കാര്യങ്ങളാണ് ദൈവം ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്നെ അറിയുവാനും എന്നെ വിശ്വസിക്കുവാനും ഞാൻ എങ്ങനെയുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ്. അതിന്റെ ഇംഗ്ലീഷ് വായിക്കുന്നത്, അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കുന്നു. 43:10, ഐസയ 43:10 വായിക്കുന്നു. They are my witness, said the Lord, and my servant whom I have chosen, that they may know and believe me and understand that I am He. Before me there was no God. Why has He chosen us? So that we will know Him, so that we will know Him, so that we will believe in Him
ആൻഡ് സോ ദാറ്റ് വി വിൽ ഞാൻ ആരാണെന്നും എൻ്റെ പേരെന്താണെന്നും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ അനിഷ്ടങ്ങൾ എന്താണ്, എൻ്റെ കൽപ്പനകൾ എന്താണ്, എൻ്റെ നേച്ചർ എന്താണ്, എൻ്റെ വഴികൾ എന്താണ്, ഈ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ നേച്ചറും ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതെന്നാണ് യെശയ്യാവ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്, അല്ലെ? യെശയ്യാവ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അപ്പൊ യെശയ്യാവിന് മുൻപ് നമ്മൾ ഈ എല്ലാത്തിലെയും ആദ്യത്തെ പ്രോഫറ്റ് ഹോശയാണ്. ഹോശയാണ് യഹൂദയിലെ ആദ്യത്തെ ഹോശയ്ക്ക് മുൻപ് പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷെ പുസ്തകം എഴുതിയ ആദ്യത്തെ പ്രവാചകൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഹോശയും ആമോസും ആയിരുന്നു. ആമോസ് ഇസ്രായേലിലായിരുന്നു, ഹോശ യഹൂദയിലായിരുന്നു. അഥവാ ഹോശയിലൂടെയാണ് ഈ ഒരു വെളിപ്പാട് തുടങ്ങുന്നത്. എങ്ങനെയാണ് ഹോശയിലൂടെ ഈ വെളിപ്പാട് തുടങ്ങുന്നത്? നമുക്കറിയാം, അല്ലെ? ദൈവം ഒരു ദിവസം ഹോശയോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു വ്യഭിചാരിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഹോശ പോയിട്ട് ഗോമറിനെ കല്യാണം കഴിച്ചു. അതിൽ ഹോശയ്ക്ക് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായി. അവർക്ക് ഹോശയ ലോ അമ്മി, ലോ റുഹാമ, മൂന്നാമത്തെ കുട്ടിക്കും പേരിട്ടു. അപ്പൊ എന്നിട്ട് ഹോശ ഈ സ്ത്രീയുടെ കൂടെ താമസിക്കുകയായിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ഈ സ്ത്രീ പിന്നെയും ഹോശയെ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും മറ്റ് പുരുഷന്മാരുടെ പുറകെ എല്ലാം തിരിച്ചു പോകും. അപ്പൊ ഈ മറ്റു പുരുഷന്മാരൊക്കെ തിരിച്ചു പോകുമ്പോൾ ദൈവം ഹോശയോട് പറയും, അവള് നിന്നെ ചതിച്ചെങ്കിലും നീ എന്ത് ചെയ്യണം? നീ വീണ്ടും അവളുടെ പുറകെ പോയിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പറയൂ, അല്ലെ? അപ്പൊ നമുക്ക് തോന്നിപ്പോ, നമ്മൾ ആ പുസ്തകം വായിക്കണം, നമുക്ക് തോന്നി ദൈവം എന്തിനാ ഹോശയോട് ഇത്രയും ക്രൂരമായിട്ട് ഇടപെടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലെ? ഒരു മനുഷ്യനെ കൊണ്ടാകുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ദൈവം എന്തിനാണ് ഹോശയോനോട് പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു വാക്യം വായിക്കാമോ? ഹോശയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യഹോവ എന്നോട് ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്ക എന്ന് കൽപ്പിച്ചു. ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാവോ? ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വേഴ്സാ അത്. ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാവോ നമുക്കത്? Then said the Lord unto me, Go ye, love a woman, beloved of her friend, yet an adulteress, according to the love of the Lord, towards the children of Israel, who looked to other gods and loved flagons of wine. ഹോശയ ജീവിതത്തിൽ അനുഭവിച്ച ഹൃദയത്തിന്റെ തകർച്ച, ഹോശയ ജീവിതത്തിൽ അനുഭവിച്ച ഹൃദയത്തിന്റെ വേദന ശരിക്കും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയാണ്. അഥവാ ദൈവം ഹോശയോട് ഈ ഒരു വലിയ ടാസ്കിലൂടെ കടന്നു പോകാൻ പറഞ്ഞ്, ഇത്രയും വലിയൊരു വേദനയിലൂടെ കടന്നു പോകാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ദൈവത്തിന്റെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പറ്റിയിട്ടുള്ള ദൈവത്തിന്റെ ഡിസപ്പോയിന്റ്മെന്റും ദൈവത്തിന്റെ സങ്കടവും ദൈവം നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഹോശയോട് ഇത് പറയുന്നത്. ആ വാക്യം വളരെ ബ്യൂട്ടിഫുൾ അല്ലേ? ദൈവം പറയുന്നത്, ഇസ്രായേൽ മക്കൾ ദേവന്മാരെയും മുന്തിരിത്തോപ്പുകളെയും അന്വേഷിച്ച് യഹോവയെ മറന്നുപോയിട്ടും യഹോവ വീണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നത് പോലെ നീ പോയി ഒരു ജാരനാൽ സ്നേഹിക്കപ്പെടുന്ന വ്യഭിചാരിണിയായ സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. യു കീപ് ഓൺ ലവിങ് ദിസ് വുമൺ ഹൂസ് ആക്ച്വലി ആൻ അഡൾട്രസ് എന്നാണ് യഹോവ ഹോശയോട് പറയുന്നത്. അഥവാ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ലൈഫിന്റെ, നമ്മളുടെ ജോബ്സ് വെച്ചിട്ട് നമ്മൾ സക്സസിന്റെ ലാഡർ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടുമ്പോഴും നമ്മൾ മുന്തിരിത്തോപ്പുകളെയും സുഖ സൗകര്യങ്ങളെയും ലക്ഷറീസിനെയും നമ്മളുടെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ ദൈവത്തിനെ മറന്നിട്ട് നമ്മൾ ഓടുമ്പോഴും, നമ്മൾ ഈ ദൈവത്തിനെ മറന്നിട്ട് നമ്മളുടെ ബഹളങ്ങളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയിട്ട് രാത്രി അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴും ദൈവം നമ്മളോട് പറയുന്ന അഥവാ ദൈവത്തിന്റെ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ ഓരോരുത്തരും അന്യദേവന്മാരോടുകൂടെ ചേർന്ന് നമ്മുടെ മുന്തിരിത്തോപ്പുകളെ സ്നേഹിച്ചിട്ടും യഹോവ നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് യഹോവ ഹോശയോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവം, പ്രോബ്ലി ഇതൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് നമുക്ക് തോന്നും, അല്ലേ? അതിന്റെ ഒരു
വാക്യം കൂടെ, പ്രോബ്ലി ഹോശയിലെ ഏറ്റവും നല്ല വാക്യം ഏതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു വാക്യം കൂടെ വായിക്കാമോ നമുക്ക്? ഹോശയുടെ പുസ്തകം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കാവോ? ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത്ര ഭംഗിയുള്ള വാക്യല്ലേ. ദൈവം പറയുന്നത് എന്താണ്? ഞാൻ 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 നിശ്ചയിക്കും. ഐ ഹാവ് ബെട്രോത്ത് യു ഫോർ എവർ. ദൈവം നമ്മൾ ഓരോരുത്തരെയും ബെട്രോത്ത് ചെയ്തിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ്. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓർ ഇൻ അതർ വേർഡ്സ്, നമ്മൾ പറഞ്ഞതുപോലെ, why did God create us? God created us so that he can love us as individuals, and so that we will love him back with all our hearts, with all our strength, and with all our souls. ഈ ഒരു ഫെയ്ത്ത്ഫുൾനെസ് നമുക്ക് നമ്മുടെ ലൈഫ്സിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതോ നമ്മൾ മുന്തിരിത്തോപ്പുകളെയും ലോകത്തിന്റെ സക്സസിനെയും അന്വേഷിച്ചിട്ട് നമ്മൾ പോവുകയാണോ എന്നുള്ളതായിരിക്കാം പ്രോബ്ലി നമ്മളുടെ ചോദ്യം. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാനും നമ്മൾ തിരിച്ച് ദൈവത്തിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം കൂടി, മൂന്നാമത്തത്, 2 കാര്യങ്ങളും കൂടെ, ഒരു കാര്യം കൂടെ, മൂന്നാമത്തത് ഒരു ഏർത്ത്ലി പർപ്പസ്, നമ്മുടെ ലൈഫിന്റെ ഏർത്ത്ലി പേർപ്പസ് എന്താണ്, ഈ ലോകത്തിൽ ദൈവം നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു വാക്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനോട് ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയോ? ദൈവം ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം ആദമിനോട് എന്താ പറഞ്ഞെന്നറിയോ? പ്രോബ്ലം അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമല്ലോ. അത് എന്താണ്? ദൈവം ആദമിനെ സൃഷ്ടിച്ച് ആദമിനോട് ആദ്യം സംസാരിച്ച വാക്യം എന്താണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായിരിക്കും അല്ലെ. നമുക്ക് ആ വാക്യം വായിക്കാവോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. പ്രോബ്ലി നമ്മളിത് മലയാളം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ദൈവം ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൽപ്പന കൊടുത്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത് മലയാളം വായിച്ചു കഴിഞ്ഞാൽ. പക്ഷെ പ്രോബ്ലി അതിനേക്കാളും കുറെ കൂടി ഡീപ്പാണ് അതിന്റെ മീനിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മീനിങ് അല്ല ശരിക്കും അത് കൺവേ ചെയ്യുക. പക്ഷെ മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു ജനപ്പെരുപ്പം ഉണ്ടാക്കാൻ ദൈവം കൽപ്പന കൊടുത്തതുപോലെ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷെ അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട, വളരെ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചെന്നുള്ള വാക്യങ്ങളാണ്. അപ്പൊ ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാവോ അത്? And God blessed them, and God said unto them, Be fruitful and multiply and replenish the earth, and subdue it, and have dominion over the fish of the sea. മതി. 5 വാക്യങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. ഞാൻ 5 വാക്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാം. 1, ബി ഫ്രൂട്ട്ഫുൾ. 2, ബി മൾട്ടിപ്ലൈ. 3, റീപ്ലനിഷ് ദ എർത്ത്. അത് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനാണ് വായിച്ചത്, അതുകൊണ്ടാണ് അത്രയും നല്ല വേഴ്സ് അതിലുള്ളത്. റീപ്ലനിഷ്. 4, സബ്ഡ്യൂ. 5, ഹാവ് ഡൊമീനിയൻ. 5 കാര്യങ്ങളാണ് ദൈവം, അഥവാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നമുക്ക് 5 മാൻഡേറ്റാണ് തന്നിട്ടുള്ളത്. 1, ബി ഫ്രൂട്ട്ഫുൾ. ഫലമുള്ളവരായി ജീവിക്കാനാണ് ദൈവം നമ്മളെ പറയുന്നത്. ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ട് ദൈവം നമ്മളോട് പറയാണ്, ഫലമുള്ള ഒരാളായി ജീവിക്കുക, ആത്മാവിന്റെ ഫലമുള്ളവരായി. സ്നേഹം, സന്തോഷം, സമാധാനം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, ജെന്റിൽനെസ്, കൈൻഡ്നെസ്, ഗുഡ്നെസ്, സെൽഫ് കൺട്രോൾ. അങ്ങനെയുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലമുള്ള വ്യക്തിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആദാമിന്റെ തോളിൽ തട്ടിയിട്ട് ആദാമിനോട് പറഞ്ഞത്. അത് മാത്രമല്ല, മാവിൽ നിന്ന് നമ്മൾ മാങ്ങ പറിക്കുന്നത് പോലെ ദൈവം എൻ്റെ അടുത്ത് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്?
എൻ്റെ ലൈഫ്, എൻ്റെ വാക്കുകളിലൂടെയും എൻ്റെ പ്രവൃത്തികളും കണ്ടിട്ട് ആൾക്കാർ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. ഈ ആൾക്കാർക്ക് എൻ്റെ ജീവിതം കൊണ്ടൊരു ഗുണം ഉണ്ടായിരിക്കണം, അല്ലെ? എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് എൻ്റെ ജീവിതത്തിൽ ഫലം, അവർക്ക് വന്ന് പറിക്കാൻ പറ്റുന്ന, അവർക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുക്കാവുന്ന ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ചിലർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല, അത് ദൈവത്തിനൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ പ്രൈമറി ക്വസ്റ്റ്യൻ എന്താണ്? ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് വരുമ്പം അവർക്ക് കൊടുക്കാവുന്ന ഒരു ഫലം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ കമാൻഡ്മെന്റ്. രണ്ടാമത്തെ കമാൻഡ്മെന്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോബബ്ലി അത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് വരുന്നത്? എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അഥവാ ദൈവത്തിന്റെ ഇമേജ് ഉള്ള, ദൈവത്തിന്റെ സാദൃശ്യമുള്ള 3 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അഥവാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യമുള്ള ആൾക്കാർ ഈ ലോകത്തിൽ മൾട്ടിപ്ലൈഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു യങ് ബിലീവറിനെ നമ്മൾ വളർത്തുന്ന വഴിയായിരിക്കാം. എന്താണ് തോമസ് മെർട്ടൺ ഇങ്ങനെ പറയും, എന്താണ് എൻ്റെ ജീവിതം? എൻ്റെ വാക്കുകളിലൂടെയും എൻ്റെ പ്രവൃത്തികളും ചവിട്ടി എൻ്റെ സഹോദരന് ദൈവത്തിനടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എൻ്റെ ജീവിതമെങ്കിൽ അതല്ലേ ഏറ്റവും ധന്യമായിട്ടുള്ള ജീവിതം. എൻ്റെ വാക്കുകളിലും എൻ്റെ പ്രവൃത്തികളുടെ മുകളിലും ചവിട്ടി ആ മല കയറിയിട്ട് അവന് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ ബ്ലെസ്സഡ് ദാറ്റ് ലൈഫ് ഇസ്. അപ്പൊ പ്രോബ്ലി എൻ്റെ സഹോദരന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇമേജ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ എൻ്റെ വൈഫിന്റെ ലൈഫിൽ, എൻ്റെ വൈഫിന്റെ മുഖത്ത് യേശു ക്രിസ്തുവിന്റെ തേജസ് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ്, ദാറ്റ് ഇസ് ഹൗ ഐ മൾട്ടിപ്ലൈ ദ ഇമേജ് ഓഫ് ഗോഡ്. അങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിനെ ഞാൻ ഈ ഭൂമിയിൽ പെരുക്കുന്നത്. അല്ലാതെ പിശാചിന്റെ സാദൃശ്യത്തെ പെരുക്കാൻ വേണ്ടിയിട്ടോ ഭൂമിയിൽ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടോ ഉള്ളതല്ല മാൻഡേറ്റ്. എന്താണ് മാൻഡേറ്റ്? ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ സാദൃശ്യമുള്ളവര്, ആ ഇമേജ് ഉള്ള ബില്യൺസ് ഓഫ് ആൾക്കാർ ലോകത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മാൻഡേറ്റ്. മൂന്നാമത്തത് റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എർത്തിനെ റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. ഭൂമിയിലുള്ള കുറവുകളെ നികത്താൻ വേണ്ടിയിട്ടാണ്. ക്ഷാമമുണ്ടെങ്കിൽ ക്ഷാമം പരിഹരിക്കാൻ, അസുഖങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത്. നാലാമതായിട്ട് പറഞ്ഞാൽ സബ്ഡ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഭൂമിയെ അടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയും തിയോളജി ഓഫ് എഞ്ചിനീയറിംഗ് ഇതാണെന്ന് പറയും. അത് എന്തിനാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ഭൂമിയിൽ പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസിനെ സബ്ഡ്യൂ ചെയ്യാൻ വേണ്ടി ടെക്നോളജി യൂസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഏർത്തിലെ പ്രോബ്ലംസിനെ സബ്ഡ്യൂ ചെയ്തിട്ട് ഏർത്തിനെ മനുഷ്യന് കോമ്പാറ്റബിൾ ആക്കുക ചെയ്യുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ്, എഞ്ചിനീയറിംഗിന്റെ ഫൗണ്ടേഷൻ എവിടെ നിന്ന്, അഥവാ നമ്മൾ ഇത് പഠിക്കുന്നതിന്റെ പേർപ്പസ് എന്താണ്? ഈ ദൈവത്തിനെ ഏൽപ്പിച്ച കൽപ്പനയായത്, ദൈവം എന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമാണത്. അതെനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ എന്നെ മെഡിസിൻ സഹായിക്കുന്നു, എന്നെ എഞ്ചിനീയറിംഗ് സഹായിക്കുന്നു, ഓട്ടോ ഓടിക്കുന്നത് എന്നെ സഹായിക്കുന്നു, പച്ചക്കറി വിൽക്കുന്നത് എന്നെ സഹായിക്കുന്നു, അരി ഓടിക്കുന്നത്. എൻ്റെ എല്ലാ ജോലിയും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എൻ്റെ ജോലി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷെ എൻ്റെ ജോലി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ഹിതം ലോകത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ജോലി. അവസാനായിട്ട് ടു ഹാവ് ഡൊമീനിയൻ, വാഴുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ആ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഇഷ്ടപ്പെടത്തില്ല. കാരണം നമുക്കങ്ങനെ ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു വാഴുക എന്നുള്ളൊരു ഐഡിയ നമുക്കില്ലല്ലോ. പക്ഷെ അത് നമ്മുടെ ഒരു റോങ് ഐഡിയ കണ്ടാ. ദൈവം നമ്മളോട് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ഡൊമീനിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവം നമ്മളോട് പറയുന്നത് നെപ്പോളിയനെ പോലെയോ അക്ബറിനെ പോലെയോ ഡൊമീനിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ലൈഫിൽ കൽപ്പിക്കുന്നത്. പിന്നെ എന്താണ് ദൈവം പറയുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കടലുകളിലൂടെ നടന്ന് ഹി റൂൾഡ് ദ എർത്ത്, അല്ലെ? ഇന്നും മനുഷ്യ ഹൃദയങ്ങൾക്ക് അവനെ കടന്നു വെച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ ഹി ഹാസ് ലിവ്ഡ് സച്ച് ആൻ എക്സംപ്ലറി ലൈഫ്. ഹി ഹാസ് കോൺകേർഡ് ദ എർത്ത്. നെപ്പോളിയനോ അലക്സാണ്ടർക്കോ പറ്റാത്ത രീതിയിൽ യേശുക്രിസ്തു ലോകത്തിനെ കീഴടക്കിയെങ്കിൽ അതേപോലെ ലോകത്തിനെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. തിമോത്തിയോസിൽ പറയുന്നത് പോലെ, സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വാഴും. ഇഫ് യു സഫർ വിത്ത് ഹിം യു വിൽ റെയിൻ വിത്ത് ഹിം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ലോകത്തിനെ കീഴടക്കുന്നത്?
യുദ്ധം കൊണ്ടല്ല, വയലൻസ് കൊണ്ടല്ല, പിന്നെ എങ്ങനെയാണ്? നമ്മുടെ സഫറിങ് കൊണ്ടാണ്. മറ്റേയാൾ എന്നോട് മോശമായി പെരുമാറുമ്പോഴും, മറ്റേയാൾ എന്നോട് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറുമ്പോഴും, ആ ഒരു പോയിന്റിലും അയാളോടുള്ള എൻ്റെ പെരുമാറ്റം മാറാത്ത രീതിയിൽ ഞാൻ സഫർ ചെയ്യാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് വീണ്ടും ക്രിസ്തു യേശുവിന്റെ സ്നേഹത്താൽ ആ വ്യക്തി അങ്ങോട്ടേക്ക് ഞാൻ സ്നേഹിക്കുമ്പം ഐ എം ഹാവിംഗ് ഡൊമീനിയൻ ഇൻ ദിസ് എർത്ത്. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയോ മുൻ നിയമിക്കുകയോ ചെയ്തത്? 8:29 പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ, നമ്മൾ തെരഞ്ഞെടുത്തവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാർ ആദ്യജാത അവന്റെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്, അല്ലെ? അത്ര മാത്രമേ ആ വാക്യം പറയുന്നുണ്ടോ? അല്ല, അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. യേശു ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതെന്നാ പറഞ്ഞത്. ഓർ ഇൻ അതർ വേർഡ്സ്, ഞാൻ ഇംഗ്ലീഷ് അത് പറയട്ടെ, so that he would be the firstborn among many brethren. അനേക സഹോദരന്മാരിൽ ക്രിസ്തു ആദ്യജാതനാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. വളരെ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ കോൾഡ് ടു ബി എ ബ്രദർ ഓഫ് ക്രൈസ്റ്റ്, അല്ലെ? 8:29 അതാ പറയുന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുയേശുവിന്റെ ഒരു സഹോദരനാകാൻ വേണ്ടിയിട്ടാണ്. അവൻ നിങ്ങളുടെ മൂത്ത സഹോദരനും നിങ്ങൾ അവന്റെ ഇളയ സഹോദരനുമാകാൻ. അവിടെ നമുക്കിതൊന്നും മനസ്സിലാകാൻ പറ്റാത്ത This is the high calling for which God has called us. ഒറ്റ വാക്യം ഇവിടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നിർത്താം. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ മതി. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ അതൊന്നും നോക്കാം. ഇപ്പോഴോ നാം പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. നാം ഇന്നതാകും എന്ന് ഇതുവരെ വെളിവായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവന് ഈ പ്രത്യാശയുള്ളവർ എല്ലാവരും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മളുടെ കോളിങ് ഭയങ്കര ഹൈയാ, അല്ലെ? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാണ്? ക്രിസ്തുവിനോട് സദൃശ്യരാകുക. യേശു ക്രിസ്തു അവന്റെ തേജസ്സിൽ വരുമ്പോൾ മുഖത്തൊന്നും റിഫ്ലക്ട് ചെയ്യും. അഥവാ that day is going to come, അല്ലെ? There is a day that is going to come when I will reflect a 1% glory of this glory of Christ. ഈ പ്രത്യാശയുള്ളവരെല്ലാം എന്ത് ചെയ്യണം എന്നാണ് ആ വാക്യം പറയുന്നത്? ആ വാക്യം പറയുന്നത്, ഈ പ്രത്യാശയുള്ളവരെ എല്ലാവരും let them purify themselves as he is pure. അത്രയും വലിയ ഹൈ കോളിങ്ങിനാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതെങ്കിൽ അത്രയും നമ്മൾ we should be conscious of this high calling for which that we have called us. We have called to be like him. അവനോട് സദൃശ്യരാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് എന്തായിരിക്കണം? so that we will purify ourselves as he is pure. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളും നമ്മളുടെ ഓരോ അതിൽ ഞാൻ തെറ്റിപ്പോയി, ആ വാക്ക് പറഞ്ഞത് തെറ്റിപ്പോയി, അവിടെ ഞാൻ കുറച്ചുകൂടെ മയത്തുള്ള ഒരു വാക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ടതായിരിക്കും. ഞാൻ നിർത്തിക്കോട്ടെ. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ദൈവം നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തിന് നമ്മളെ സ്നേഹിക്കുവാനും നമ്മൾ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാനും വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം കൊണ്ടുവരുവാനും ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുന്നവരാകുവാനും വേണ്ടിയിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ഏറ്റവും അവസാനമായിട്ട് യേശുക്രിസ്തുവിനോടൊപ്പം
യേശുക്രിസ്തുവിനെ പോലെയുള്ള വ്യക്തികളായി മാറാൻ വേണ്ടിയിട്ട്, യേശുക്രിസ്തുവിന്റെ ലൈക്നെസ് ഉള്ളവരായി മാറാൻ വേണ്ടിയിട്ട് അവൻ യേശുക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇത്രയും വലിയൊരു ഹൈ കോളിംഗ് ആണ്, ഇത്രയും വലിയൊരു ഹൈ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഷോൾഡേഴ്സിലുള്ളത്. അപ്പം നമ്മൾ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയിലും ദൈവവചനത്തിലും നമ്മളുടെ ഇൻട്രോസ്പെക്ഷനിലും നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ് ഒരല്പമെങ്കിലും ഒരു ഡിഗ്രി എങ്കിലും മാറ്റം നമ്മളുടെ ജീവിതങ്ങളിൽ നമുക്ക് കൊണ്ടുവരാവുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ സ്നേഹിക്കുന്നവനായ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ കേട്ട ഓരോ വാക്കും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. നിന്റെ വചനം കർത്താവേ ഇരുവായ് തലയുള്ള വാളാണ് കർത്താവേ. ഞങ്ങളോ കർത്താവേ ബലഹീനരായ മനുഷ്യരുമാണ് കർത്താവേ. പലപ്പോഴും കർത്താവേ നിന്റെ വചനം എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് കർത്താവെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും പറ്റാറില്ല കർത്താവെ. എങ്കിലും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ലല്ലോ കർത്താവെ, നീ വിളിച്ചത് കൊണ്ട് കർത്താവെ ഞങ്ങൾ ഈ വഴിയിൽ നടക്കുന്നു കർത്താവെ. നീ ഞങ്ങളുടെ കൈ പിടിച്ചത് കൊണ്ട് കർത്താവെ ഞങ്ങൾ ഈ വഴിയിൽ നടക്കുന്നു കർത്താവെ. കർത്താവെ നീ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കയറി വരുവാനായിട്ട് കർത്താവെ, ദൈവം വസിക്കുന്ന കർത്താവെ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറി വരുവാനായിട്ട് കർത്താവെ, ഈ ജീവിതത്തിലൂടെ കയറി വരുവാനായിട്ട് കർത്താവെ നീ ഞങ്ങൾ ഓരോരുത്തരെങ്കിലും വിളിച്ചുവെങ്കിൽ കർത്താവെ എക്സൈറ്റ്മെന്റോടുകൂടെ കർത്താവെ ഓരോ ദിവസവും കർത്താവെ നാളെ ഈ ദൈവത്തെ കൂടുതൽ കാണണം എന്നൊരു ആഗ്രഹത്തോടു കൂടെ ജീവിക്കുവാൻ കർത്താവെ, അതിനനുസരിച്ച് ഞങ്ങളുടെ ലൈഫ്സ് മോഡിഫൈ ചെയ്യുവാൻ കർത്താവെ നീ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് മെച്ച കർത്താവെ. വളരെ പ്രൈസ്ഫുൾ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവം എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? ദൈവം സ്വന്തം സാദൃശ്യത്തില് നമ്മെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വഭാവത്തില് നാം ജീവിക്കുവാനും ആണ് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് നമ്മെ ജന്മം നൽകിയിരിക്കുന്നത്. ഫ്രൂട്ട്ഫുൾ ആയിട്ട് ജീവിക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും റിപ്ലനിഷ് ചെയ്യാനുമാണ് ദൈവ സാദൃശ്യത്തിലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോള് മനുഷ്യനെ ഏൽപ്പിച്ചത്. ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ള മനുഷ്യരായി ജീവിക്കാൻ പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നു. മാനുഷികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ ഈ വർത്തമാനങ്ങളെല്ലാം നമ്മുടെ ഇതിലൊന്ന് പോയി നമ്മുടെ പ്രപഞ്ചത്തിന്റെ സുഖത്തിൽ അടിപ്പെട്ടു പോകുന്ന ഒരു ലോകത്തെയാണ് കാണുന്നത്. ഭൗതികമായ മോഹത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇത്ര വാക്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നു, കൊച്ചുനാളിലെ കേൾക്കുന്നു, പല ആവർത്തനങ്ങൾ ഉരുടുന്നെങ്കിൽ പോലും പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നു. അത് നമ്മൾ ബൈബിളില് ഉറച്ച വിശ്വാസമില്ല, നമ്മുടെ തന്നെ കുറവ് തന്നെ. നമ്മുടെ കോളിംഗ് എന്താണെന്ന്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മളെ എത്രമാത്രം ദൈവം സ്വന്തം ജീവൻ മനുഷ്യന് വേണ്ടി വച്ച് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമെന്നാണ് നാം ഓരോരുത്തരും പറയുന്നത്. ആ ഒരു ബോധ്യം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളവരായിട്ട് കാണുന്നു. ഞാൻ അടക്കം അങ്ങനെയാണ് പലപ്പോഴും അങ്ങനെ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. എന്നാൽ ദൈവം എത്രമാത്രം ഒരു ആർക്കിടെക്ചറാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം വളരെ മഹത്വതരമായിട്ടാണ് ആകാശവും ഭൂമിയും ദൈവത്തിന്റെ മഹത്വത്തെ സൃഷ്ടിച്ചുവെന്ന് ബ്രദറോട് പറയുണ്ടായി. അതുപോലെ വളരെ യുണീക്കായിട്ടാണ് ഓരോ വ്യക്തികളെയും ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നാം എപ്പോഴും കടമപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ പ്രസംഗം, ഇന്നത്തെ ഒരു നല്ല ഒരു അർത്ഥപുഷ്ടമായിട്ടുള്ള മെസ്സേജ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തില് നാം അത് ആവർത്തിക്കുകയാണ്. ഓരോരുത്തരുടെയും കോളിംഗ് അല്ല, നമ്മുടെ ഏത് ബ്രദർ പറഞ്ഞ ഒരു ടച്ചിങ് ആയിട്ടുള്ളത്. നമ്മള് ഏറ്റവും ചെറിയ ജോലി, എഞ്ചിനീയറും ഡോക്ടറും അല്ലെങ്കിലും ചെറിയ ഓട്ടോ റിക്ഷ ഡ്രൈവർ ആയാലും ഒരു കർഷകനായാലും ഒരു തൂപ്പുകാരനായാലും ഒരു ടോയ്ലറ്റ് ക്ലീനർ ആയാലും നമ്മളെ കോൾ എന്താണെന്ന് വെച്ചാൽ അത് ദൈവമഹത്വത്തിനായി നാം ചെയ്യുക എന്നുള്ള വലിയൊരു മെസ്സേജാണ്. നമ്മുടെ ഒരു വലിയൊരു മെസ്സേജാണ്. വളരെ ഏറ്റവും ചെറിയവനാകട്ടെ ഏറ്റവും വലിയവനായിട്ട്. അപ്പൊ നമ്മുടെ കോളിങ് വിശ്വസ്തയോട് ചെയ്യണം. നമ്മുടെ ഉത്ബോധനം തന്ന ഡോക്ടർ വിനീതിന് ഞാൻ പ്രത്യേകം ദൈവനാമത്തില് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. പിന്നെ നമ്മുടെ ഇതില് ഡോക്ടർ ക്രിസ്റ്റോഫർ സാലൻ സാറ് അറ്റൻഡ് ചെയ്യുന്നു മനസ്സിലാക്കി. ആദ്യമേ കേൾക്കുന്നുണ്ടായിരുന്നു, ഉള്ളൂ. നല്ല മെസ്സേജ് ആയിരുന്നു. ദൈവം നമ്മളെ ദൈവത്തിന്റെ സ്നേഹിതന്മാരായിട്ട്
ഇരിക്കാനാണ് സൃഷ്ടിച്ചത്. നമ്മുടെ കഴിഞ്ഞ ജീവിതങ്ങൾ നോക്കുമ്പോൾ നമ്മെ ഏതെല്ലാം പ്രയാസത്തിലെ കഷ്ടത്തിലൂടെ നാം കടന്നു പോയപ്പോൾ എന്തെല്ലാം രോഗങ്ങളും നമ്മളെ ബാധിച്ചപ്പോഴും ഒക്കെ ദൈവം നമ്മെ എത്ര അതിശയമായിട്ട് കാത്ത് ദൈവം നമ്മെ പരിപാലിച്ചു എന്ന് ഓർക്കുമ്പോഴും പാപികളായ നമ്മെ യേശു സ്വന്തം ജീവനെ തന്ന് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ഒരിക്കലും സ്വർഗരാജ്യത്തിന് അവകാശിയാകാൻ അർഹതയില്ലാത്ത നമ്മെ യേശുവിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ അവകാശം തന്നതൊക്കെ ഓർക്കുമ്പോൾ നമുക്കെപ്പോഴും ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്രകാരം നാം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ലോകവും സൂര്യനും ചന്ദ്രനും ഈ നക്ഷത്രങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാമും അത് എത്ര അധികം മറ്റുള്ളവർ മുമ്പേ കാണിക്കുകയും നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ യേശുവിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം. നാം ഈ ജീവിതത്തിന് ശേഷം യേശുവിനോടൊപ്പം സ്വർഗത്തിലാകുമ്പോൾ നമുക്കവിടെ ഒരു ജോലി മാത്രമേ ഉള്ളൂ, ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അർഹതയില്ലാത്ത നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർത്തത് ഓർക്കുമ്പോൾ നമുക്ക് ഇറ്റേണിറ്റി മുഴുവൻ നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കലും നമുക്ക് അത് മടുത്തു പോവുകയില്ല. ദൈവം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഡോക്ടർ വിനീതിനെ ദൈവത്തിൻ്റെ ഒരു മകനാക്കി രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ ഉപയോഗിക്കുന്നതിന് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുന്നു. ഡോക്ടർ വിനീതിന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നൽകി തുടർന്നും ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.